ഇപ്പോൾ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മറുപടി പറയുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. നാട്ടുരാജ്യങ്ങൾ ചേർന്ന് വിവിധ ഭാഷാ സംസ്ഥാനങ്ങൾ ഉണ്ടായി ഒരു രാജ്യമായി വന്ന് അതിൻ്റെ ഭാഗമായി ഉണ്ടായ ഭരണഘടനയും അവിടെ ഉണ്ടായ ആശയങ്ങളെയും ഒക്കെ വെല്ലുവിളിച്ച് നമ്മുടെ ഭരണഘടനയിലെ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അവകാശങ്ങളും സംസ്ഥാനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളും എല്ലാം വെല്ലുവിളിക്കപ്പെടുന്ന ഒരു കാര്യത്തിൽ സമയത്ത് ഈ കേരളത്തിൽ നിന്ന് ഇന്ത്യയിലാകെ ഈ പ്രശ്നം ഉന്നയിക്കാൻ വേണ്ടി ഒരു വേദി എന്ന നിലയിൽ ഡൽഹിയിലേക്ക് നമ്മൾ പോകുന്നു. ഇവിടെയും ആ കാര്യം ചർച്ച ചെയ്യുന്നു എന്ന നിലയിലാണ് ഞങ്ങളിതിനെ കണ്ടത്. സാർ, ഇവിടുത്തെ കണക്കുകളുടെ കാര്യത്തിനകത്തൊക്കെ എല്ലാം ഇത്രയും ചെറിയ സമയത്തിനകത്ത് ചുരുക്കി തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. സാർ, കേരളം അങ്ങേയറ്റം ധനകാര്യ പ്രതിസന്ധിയിലാണ്, നിന്നുപോകും എന്നൊരവസ്ഥയുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളെല്ലാം പറഞ്ഞത്. ധനകാര്യ പ്രതിസന്ധിയാണ്, നിന്നുപോകും കേരളം, വണ്ടി ഓടത്തില്ല, അങ്ങനൊരവസ്ഥയൊന്നുമല്ല. അങ്ങനൊരവസ്ഥയല്ല എന്ന് പറയുമ്പം കിട്ടാനുള്ളത് കിട്ടണമെന്നുള്ളത് പറയാതിരിക്കണോ? സാറേ, എങ്ങനെയാണ് ഒരു സംസ്ഥാന ഈ കണക്കുകളൊക്കെ എടുത്ത് സമയം പോക്കുന്നില്ല എങ്കിലും സാർ, നമ്മളിവിടെ ഈ സംസ്ഥാനത്തിനകത്തെ ചെലവിൻ്റെ കാര്യം നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം കോവിഡ് സമയത്ത് ചെലവ് കുറവായിരുന്നു, ഞാൻ സമ്മതിക്കുന്നു, വളരെ കുറവ് താഴേക്ക് പോയി. അതിനുശേഷം 1,38,000, 1,20,000, 10,000 ഒക്കെ പോയതിനു ശേഷം 1,38,000 കോടി ചെലവ് 2021 മാർച്ചിൽ വന്നു. സാർ, ആ 1,38,000 വന്നതിൽ നിന്ന് 1,58,000 ഇപ്പോൾ 68,000, 70,000 പോവാണ്. സാർ, ഈ വർഷത്തെ കണക്കെടുത്താൽ ഇവിടെ നിങ്ങൾ പറയുന്നല്ലോ നിന്നുപോയി, ഒന്നിനും പൈസ കൊടുക്കാനില്ല. സാർ, കഴിഞ്ഞ വർഷം 2022-23 വർഷം ഡിസംബർ വരെ ട്രഷറിയിൽ നിന്ന് പുറത്തേക്ക് പോയത് 1,21,473 കോടിയാണ് സാർ. എന്നാൽ ഈ വർഷം അത് 1,26,182 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ വർഷവുമായിട്ട് വേറെ വലിയ വരുമാനങ്ങളുടെ കാര്യത്തിൽ വലിയ വെട്ടിക്കുറവ് വന്നിട്ടും ചെലവിൻ്റെ കാര്യത്തിൽ കുറവ് വന്നില്ല സാർ. ചെലവ് 4,000 കോടി അധികം പോയി. അല്ലാതെ ഇവിടെ അങ്ങ് പൂച്ച വെറ്റി കിടക്കുകയാണ് ട്രഷറിയിൽ, ഒരു പണിയില്ല എന്നൊക്കെ പറയുന്നതല്ല വസ്തുത ഇതാ. എന്നാൽ സാർ, നമുക്ക് കിട്ടേണ്ട കണക്കുകളുടെ കാര്യത്തിനകത്ത് അങ്ങക്ക് വലിയ സംശയമാണല്ലോ. സോ തോമസ് ഐസക്ക് പറഞ്ഞത് 5,000 കോടി, ഞാൻ പറഞ്ഞത് 4,000 കോടി, പിന്നെ വേറെ കണക്ക് പറഞ്ഞു 57,000 കോടി. സാർ, 2 കണക്കുണ്ട് സാർ ഇതിനകത്ത്. കേരളത്തിന് കിട്ടാനുള്ള ധനകാര്യ കമ്മീഷൻ നിങ്ങളെല്ലാം അംഗീകരിച്ച, കോൺഗ്രസ് പാർട്ടി അംഗീകരിച്ച ധനകാര്യ കമ്മീഷൻ്റെ കണക്കനുസരിച്ച് 1.92 ഇപ്പോൾ കിട്ടുന്നതിന് പകരം 3.8 ആയിരുന്നു കിട്ടിയത്. 3.8 ആണ് കിട്ടേണ്ടത് എന്നുള്ള കാര്യത്തിനകത്ത്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് കൂടുതൽ കിട്ടണം. 3.8, 3.5, 3 ആയിക്കോട്ടെ, കിട്ടണമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും തർക്കമില്ലല്ലോ. സാർ, 1.9 എന്ന് പറഞ്ഞ് കിട്ടുന്നത് ഈ വർഷം 21,000 കോടിയാണ്. കഴിഞ്ഞ വർഷത്തെ 18,000 കോടിയാണ് ഈ 57,000 കണക്കിലെടുത്ത്. ഈ വർഷം 21,000 കോടിയാണ്. അടുത്ത വർഷം എക്സ്പെക്ട് ചെയ്യുന്നത് 24,000 കോടിയാണ്. സാർ, ഈ കണക്ക് വെച്ചാൽ ഞങ്ങൾ സംസാരിക്കുന്നത്. ആ 21,000 കോടി ഈ വർഷം നമുക്ക് 3.8% ആയിരുന്നെങ്കിൽ ഈ വർഷം നമുക്ക് കിട്ടേണ്ടത് അത്രയായിരുന്നുള്ള കാര്യം തർക്കമില്ലല്ലോ. ഇത് നിർമ്മല സീതാരാമൻ കേന്ദ്രമന്ത്രിക്ക് കത്ത് കൊടുക്കുമ്പോൾ ഫിനാൻസ് കമ്മീഷനകത്ത് എഴുതി ആ 21,000 കോടി ഇപ്പോൾ ഇങ്ങ് താ എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കാൻ നിങ്ങളായാലും ഞാനായാലും ആ കത്തിനകത്ത് ഇപ്പം താന്ന് പറഞ്ഞ് പറയാൻ പറ്റത്തില്ല. അത് നോഷണൽ ആയിട്ടുള്ള ഇൻകോ അല്ല, റൈറ്റ്ഫുൾ ആയിട്ടുള്ള, നമുക്ക് സാധാരണഗതിയിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് കിട്ടേണ്ട കോൺസ്റ്റിറ്റ്യൂഷണലായി റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇല്ല ഇവിടെ വഴങ്ങണ്ട എന്നുള്ളതാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഞാൻ മറുപടി പറയാം, അതിനുശേഷം അവസാനം നിർത്തിയിട്ട് പറയാം. അവസാനം നിർത്തിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഈ കാര്യത്തിനകത്ത് ഈ 1.9-ഉം 3.8-ഉം തമ്മിലുള്ള വ്യത്യാസം, ആ വ്യത്യാസം ഞങ്ങൾ പറഞ്ഞുള്ളൂ. ധനകാര്യ കമ്മീഷനല്ല. ഒരു കാര്യം കൂടി ചേർക്കുകയാണ്. ശ്രീ മാത്യു, മിനിസ്റ്റർ ഈൽഡ് ചെയ്യാൻ തയ്യാറല്ല. മിനിസ്റ്റർ സംസാരിച്ചോ? ഒരു കാര്യം കൂടിയുണ്ട് സാർ. ഞാൻ ഈ കാര്യം പറയുമ്പോൾ ബഹുമാനപ്പെട്ട സിദ്ധരാമയ്യല്ലേ കഴിഞ്ഞ ദിവസം എക്സ് എന്ന് പറയുന്ന പഴയ ട്വിറ്ററിനകത്ത് ട്വീറ്റ് ചെയ്തത്, കേന്ദ്ര ഗവൺമെന്റ് 14ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് ആ 14ാം ധനകാര്യ കമ്മീഷനകത്ത് 42% ആക്കാൻ തീരുമാനിച്ചപ്പോൾ അത് 32 ആക്കണമെന്ന നിലയിലേക്ക് പറഞ്ഞു എന്നുള്ളത് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിന്റെ കാര്യമല്ലേ വന്നത്? ആരാ പറഞ്ഞത്? ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സാർ. എന്ന് മാത്രമല്ല, കർണാടക ചീഫ് മിനിസ്റ്റർ പറഞ്ഞ അതെങ്കിലും കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവുമല്ലോ എന്ന് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. കർണാടക ചീഫ് മിനിസ്റ്റർ മാത്രമല്ല, മറ്റു പലരും പറഞ്ഞു. ശ്രീ ചിദംബരം, ഞങ്ങൾ രാവിലെ പറഞ്ഞല്ലോ, ശ്രീ ചിദംബരം ഉൾപ്പെടെ പറഞ്ഞു. സാർ, ഇത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ധനകാര്യ രംഗത്തെ കടന്നുകയറ്റമോ പിടിച്ചു കുറയ്ക്കുന്നതാണ്. അത് പറയണ്ടേ നമ്മൾ? സാർ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഈ പണം കുറച്ചു സാർ. ഇവിടെ റിസർവ് ബാങ്കിൻ്റെ ഞങ്ങളുടെ കണക്കെങ്ങാണ്, ഞങ്ങളുടെ LDFൻ്റെ ഏതാണ്ട് റിപ്പോർട്ടാണെങ്കിൽ അതിനകത്ത് ഈ ഗ്രാൻഡ് കുറഞ്ഞതിനെ പറ്റിയൊക്കെ ഉള്ളത് അങ്ങ് ചിലപ്പോൾ തർക്കിക്കും. റിസർവ് ബാങ്കിൻ്റെ സ്റ്റേറ്റ് ഫൈനാൻസസ് ആണ്.
സാർ, ഗ്രാൻഡ് ഫ്രം ദി സെൻറ്റർ കേരളത്തിന് 30,000 കോടിയിൽ നിന്ന് 15,000 കോടിയിലേക്കാണ് ഈ വർഷം വരുന്നത്. റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ടാണ്. തൊട്ടപ്പുറത്ത് മധ്യപ്രദേശിന് കിടപ്പുണ്ട് 34,000 കോടിയിൽ നിന്ന് 44,000 കോടിയിലേക്ക്. ഇത് വേറെ ചില സ്റ്റേറ്റുകളുടെ കാര്യമാണെങ്കിൽ ഈ 10,000 20,000 ഒന്നുമല്ല വർധന. സാർ, ഇത് സംസ്ഥാനത്തിനോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഓരോന്നും കാണിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രതിപക്ഷം പറയുന്നത് അതേപോലെ അംഗീകരിച്ച് പോകണോ? സാർ, ഇക്കാര്യത്തിനകത്ത് നമുക്ക് നമ്മുടെ സ്റ്റേറ്റിന് കിട്ടാനുണ്ട്. നിങ്ങൾ പറയുന്നല്ലോ ഞങ്ങളുടെ ഈ ഗ്രാൻഡ് കുറച്ചു. GSTയുടെ മറ്റു കാര്യങ്ങളുടെ കണക്കുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, പലതവണ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഈ സ്റ്റേറ്റുകൾക്ക് നമുക്ക് തരാനുള്ള ഈ തരത്തിലുള്ള വലിയ ഫണ്ട് തരാനുണ്ട് എന്ന പ്രശ്നം നമുക്ക് ഉന്നയിക്കണ്ടേ? സാർ, ഇതിൻ്റെ ഭാഗമായിട്ട് എന്താ 50,000 കോടിയുടെ പറഞ്ഞല്ലോ. സാർ, അങ്ങ് പറഞ്ഞു ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ നയനാർ ഗവൺമെൻറ്റിൻ്റെയും പഴയ VS ഗവൺമെൻറ് എല്ലാം കാലത്ത് ഉണ്ടായിരുന്നൊരു പ്രത്യേകത, ട്രഷറിയിൽ നിന്ന് നമ്മൾ ട്രഷറി കിടക്കുന്ന പണത്തിന് നമ്മുടെ കടമായിട്ട് കൂട്ടിയിട്ടില്ല. ഇപ്പം എങ്ങനെ 2017 മുതൽ ട്രഷറി കിടക്കുന്ന പണം അത് നമ്മൾ ഓരോ വർഷം കടമായിട്ട് കുറച്ചെടുക്കും എന്നൊരു കണക്കാണ്. അങ്ങനെ എത്ര പോയെന്നറിയോ? 1,07,000 കോടി രൂപ. ഞങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഞങ്ങൾ സുപ്രീം കോടതി കൊടുത്തേക്കുന്ന കേസിനകത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ലീഗൽ ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് 1,07,000 കോടി രൂപ ഈ വർഷം സാർ 13,000 കോടിയാണ് നമ്മൾ ട്രഷറിയിൽ നിന്ന് എടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ 13,000 കോടി എടുത്തിട്ടില്ല, 6,000 കോടി എടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം ഞങ്ങൾ 9,000 കോടി എടുത്തുള്ളൂ. അതുകൊണ്ട് AGയുടെ റിപ്പോർട്ടുണ്ട്, കഴിഞ്ഞ വർഷം സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഞങ്ങൾ 9,000 കോടി എടുത്തുള്ളൂ. 4,000 കോടിയും കൂടെ അങ്ങനെയാണ് തരാം. ഞങ്ങൾ ശരിക്കും 6,000 എടുത്തിട്ടുള്ളൂ. 7,000 കോടി എടുത്ത് തരണം. അത് തരുന്നില്ല സാർ. കഴിഞ്ഞ ദിവസം കോടതിയിലെല്ലാം ചെന്നിട്ട് ഇങ്ങനെ ഫയലിംഗ് ഇങ്ങനെ നീങ്ങുന്നില്ല അവിടുന്ന്. ആ ഇല്ല 1,07,000 ചില്ലാനോ അതിനകത്ത് കണക്കുള്ളൂ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് നേരത്തെ ഉള്ള ഒരു ഗവൺമെൻറ്റിനും ഈ ട്രഷറിയിൽ നിന്ന് എടുക്കുന്നത് നമ്മുടെ കടത്തിൻ്റെ പരിധി കൊണ്ടുവരത്തില്ല. ട്രഷറിയിലെ ഈ പരിധി കൊണ്ടുവന്നില്ലായിരുന്നേ 13,000 കോടി അത് മാത്രം ഇപ്പോൾ എടുക്കാം ബോറോയിങ്. സാർ, ഈ 13,000 കോടി പോയിട്ട് അതിനും താഴെ ഉള്ളൂ. നമുക്ക് അത്രയും വലിയ ബാധ്യതയില്ല. രാവിലെ ഞാൻ പറഞ്ഞു നിങ്ങൾ PWD കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് 15,000 കോടി എന്ന് പറഞ്ഞല്ലോ. കൃത്യമായി ട്രഷറിയിലെ കണക്കാണല്ലോ ഞാൻ പറഞ്ഞു. 1,030-1,100 കോടിക്കടുത്ത്. സാർ, ചെറിയ കുറേ കടം ഇല്ലെന്നല്ല, ഇതൊന്നും എല്ലാം ഇല്ലെന്നല്ല. പക്ഷേ നവംബർ മാസം വരെ ഉള്ളതിനകത്ത് ഇനി ഒരു പണവും കൊടുക്കാനില്ല അവിടെ ഇതിനെല്ലാം ഉള്ളപ്പോൾ. സാർ, നമുക്ക് ഈ 57,000 കോടി വെട്ടിക്കുറയ്ക്കുന്നു. അതിൻ്റെ എഫക്റ്റ് എന്താ? സാധാരണഗതി 57,000 കോടി വെട്ടിക്കുറയ്ക്കുന്നതിൻ്റെ അതിൻ്റെ എഫക്റ്റ് ഈ പറഞ്ഞ പണം ഓരോന്നും നമുക്ക് കിട്ടേണ്ടത് സാധാരണഗതി നമ്മുടെ സംസ്ഥാനത്ത് വന്നാൽ എന്താ ഉണ്ടാവുക? ഈ 50,000 കോടി നമ്മുടെ നാട്ടിലേക്ക് പലതരത്തിൽ നിർമ്മാണ പ്രവർത്തനത്തിനും പിന്നെ ശമ്പളവും ഒക്കെ ആയിട്ട് പോകും. സാർ, 1 രൂപ നാട്ടിലേക്ക് പോയാൽ പല കണക്കുണ്ടെങ്കിലും ഏകദേശം 4 മടങ്ങ് അത് റൊട്ടേറ്റ് ചെയ്യുന്ന 50,000 കോടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2 ലക്ഷം കോടിയുടെ എങ്കിലും എക്കണോമിക് ആക്ടിവിറ്റി നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവും. അതുവഴി സംസ്ഥാനത്ത് എത്രയോ പേർക്ക് വരുമാനം കിട്ടും, ജോലി കിട്ടും, സംസ്ഥാനത്തിൻ്റെ വരുമാനം കൂടി. ഇതാണ് സാധാരണ കണക്ക്. നിങ്ങൾ 10,000 കോടി താഴോട്ട് പോയാൽ അതിൻ്റെ എഫക്റ്റ് സാധാരണ വരും. ഇത് സാധാരണഗതിയിൽ അറിയാവുന്നതാണ്. സാർ, ഇങ്ങനെ കേരളത്തിന് കിട്ടേണ്ട ഈ പണം നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല നമ്മളെ വലിയ തോതിൽ ബാധിക്കുന്നു.